ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം എന്നാണ് എന്റെ ചോദ്യം. പൊടിച്ച് വെയിറ്റ് കുറച്ച് നിർത്തിയിരിക്കുക. ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ടായിരുന്നു. അവർ 152 106 62 പൊക്കം. നമസ്കാരം സുഹൃത്തുക്കൾ, നമ്മൾ നിൽക്കുന്ന വള്ളക്കടവിലാണ് കേട്ടോ. ഇവിടെ അബൂബക്കർ എന്ന് പറഞ്ഞൊരു ഇക്കയാണ് നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, നീണ്ട വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ ഒരേ സ്വരം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പൊട്ടുന്നതിനെ പറ്റി. അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വിഷയം നമുക്ക് നേരിട്ടൊന്ന് ചോദിക്കാം. നമസ്കാരം അബൂബക്കർ. നമസ്കാരം. എന്താണ് ഈ ഇപ്പോൾ നിരന്തരം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം? കഴിഞ്ഞ വർഷം ഇക്കയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 72 വയസ്സ്. ഈ 72 വയസ്സിലെ ഒരു പാതി സമയവും കേട്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. 78 മുതൽ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അന്നത്തെ ഡാം തുറന്നുവിട്ട് അന്ന് മുതൽ കേട്ടോണ്ടിരിക്കുക. അന്നും അത് കഴിഞ്ഞ് ഇവിടെ ഒച്ചയും ബഹളവും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സപ്പോർട്ട് ഡാം കെട്ടിയിട്ടുണ്ട് തമിഴ്നാട്. ആ സപ്പോർട്ട് നേരത്തെ നല്ല ഒഴുക്കായിരുന്നു. ഇപ്പോൾ ഡാമിന് ഒഴുക്ക് കുറവാണ്. ഒഴുക്ക് എന്ന് പറയാൻ ഈ വെള്ളം വരവ് അവരത് പിന്നെ മെയിൻ്റനൻസ് ഇങ്ങനെ ഡാമിൻ്റെ അവിടുന്ന് 130 അടി വീതിക്ക് ഇങ്ങനെ ചാരി കെട്ടി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ടവശം 15 അടി പൊളിച്ച് കളഞ്ഞിട്ടുമുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. മണ്ടവശം 15 അടി പൊളിച്ച് പൊളിച്ച് വെയിറ്റ് കുറച്ച് നിർത്തിയിരിക്കുക. ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ടായിരുന്നു. അവർ 152 106 62 പൊക്കം ഉണ്ടായിരുന്നു. അന്ന് അവർ 152 അടി വെള്ളം ഉള്ളപ്പോൾ ഞാനവിടെ പൊക്കോണ്ടിരുന്നതാണ്. അന്നൊക്കെ 70-ലൊക്കെ 152 അടി പൊക്കമുണ്ട്. അപ്പൊ ഈ അവര് ബലപ്പെടുത്തിയിട്ടുണ്ട്. അവര് നല്ലത് പണിയുന്നുമുണ്ട്. പക്ഷേ ബേബി ഡാം എന്നൊരു ഡാം അങ്ങ് സൈഡിൽ നിൽപ്പുണ്ട്. അതിന് ഏകദേശം ടോപ്പ് വന്നിട്ടൊരു 6 8 അടി ഈ റോഡിന്റെ വീതിയുള്ളൂ ടോപ്പ്. അത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അത് പഴയ പിന്നെ ഈ ചുരുക്കി കൊണ്ട് കെട്ടിയതാണ്. അതിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി തമിഴ്നാട് ആവശ്യപ്പെട്ടിട്ട് നമ്മുടെ കേരള ഗവൺമെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സമ്മതിക്കത്തില്ല. അത് സമ്മതിക്കില്ല. അവരെപ്പോഴും തട്ടാൻ തയ്യാറാണ്. അവരുടെ കാട് വെട്ടി തെളിച്ചപ്പോഴത്തേക്ക് അതിന് പ്രശ്നം ഉണ്ടാക്കിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അത് എഗ്രിമെന്റിലുള്ളതല്ലെന്ന്. ഡാമിൽ 118 അടി 110 അടി വെള്ളം വരുന്നു കഴിഞ്ഞ് ഈ ഡാമിലേക്ക് വെള്ളം ഒഴുകുള്ളൂ. അപ്പൊ ഈ ഡാം അത് ഡാമിന് ബലമില്ല. അതിന്റെ അടിവശത്ത് 6-8 മരം നിപ്പുണ്ട്. അവർ കോടതി വരെ പോയി മരം മുറിച്ച് ഞങ്ങൾ ബലപ്പെടുത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നില്ല. അതുകൂടെ ബലപ്പെടുത്താൻ നമുക്കൊരു സ്ട്രോങ് ഉണ്ട്. പക്ഷെ എന്റെ ഒരു കണക്കൂട്ടില്ല, ഡാമൊന്നും ഇടിഞ്ഞു വരത്തില്ല. ദൈവം കോപിച്ചാൽ പ്രകൃതി ഭൂകമ്പമോ അങ്ങനെ ഈ ഭൂമി കുലുക്കോ ഒക്കെ വന്നാൽ മറിഞ്ഞു വരത്തേ ഉള്ളൂ. നിങ്ങളൊരു അന്ന് ആ ഡാം ചിപ്പ് ചെയ്തപ്പം നമ്മുടെ ഇത്ര 6 ഇഞ്ച് കനത്തിലുള്ള ഒരു കല്ലെടുക്കാൻ തന്നെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അത് ചിപ്പ് ചെയ്തെടുക്കാൻ ഒത്തിട്ടുള്ളൂ. അത്ര ചുരുക്കിയുടെ കനമാണ്. അപ്പം നമുക്ക് അതിനകത്തൊരു പേടിയില്ലാതെ ചുരുക്കിക്ക് പോകണമെന്ന് പോകത്തില്ല. അതിൻ്റെ ഉറപ്പുള്ളൊരു കാര്യം വണ്ടിപ്പെരിയാർ പാലമാണ്. വണ്ടിപ്പെരിയാർ പാലം ഈ ഡാം കെട്ടുന്നതിന് മുമ്പ് പിന്നെ ചോള രാജാക്കന്മാർ പണിത സാധനമാണ്. നമ്മുടെ പഴയ പാലം ചോള രാജാക്കന്മാർ ആ കാലത്ത് കുമളി മധുരയ്ക്ക് പോകാൻ ഒരു പാത, അന്നത്തെ കാളവണ്ടിയും കുതിരവണ്ടിക്കും അന്നുണ്ടാക്കിയ പാലമാണ്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത നാളൊരു 3 വർഷത്തിന് മുമ്പ് ഒരു പുതിയ പാലം അപ്പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ലോഡ് കൊണ്ട് കയറ്റത്തില്ല. നമ്മുടെ ഗവൺമെന്റ് പണിത പാലം. അത് ഈ 3-4 വർഷത്തിന് കമ്മീഷൻ ചെയ്തിട്ട് 4 വർഷത്തിന് ഇപ്പുറം 4 മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ സ്ട്രോങ് ആയി ചുരുക്കിയുള്ള പാട് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇപ്പൊ ഹെവി ലോഡ് കൊണ്ടിയൊക്കെ പഴയ പാലത്തെ കൂടെ വിടുന്നത് ഈ പെരിയാറ്റിൽ തന്നെ. അപ്പൊ ഈ പുതിയ ഡാമിൽ കൂടെ വിടത്തില്ല, ബലക്ഷയമാണ്. അപ്പൊ നമ്മുടെ ഈ ഡാം ഇടിച്ചു കളഞ്ഞാച്ച് പുതിയൊരു ഡാം കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ബലം പറയാൻ പറ്റത്തില്ല. മനസ്സിലായി. പിന്നെ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് പറഞ്ഞാൽ അവിടുന്ന് ഒരു 100 മീറ്റർ താഴെയാണ് ഡാമിന്റെ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നത്, പുതിയ കെട്ടാൻ. അപ്പം ഈ 100 മീറ്റർ താഴെ കെട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹില്ല് താഴെ കുഴിഭാഗമല്ലേ, കെട്ടിക്കഴിയുമ്പം മേളിലോട്ട് അത്രയും ടോപ്പി വെള്ളം അവർ കിട്ടത്തിരുന്ന ഒരു ആശങ്കയുണ്ട് അവർക്ക്. അതുകൊണ്ട് അവര് എന്നും ഇപ്പൊ അവരുടെ കസ്റ്റഡിയിലാണല്ലോ ഡാം. അവർക്ക് കുത്തോപ്പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതല്ലേ. ആ വെള്ളം കിടക്കുന്ന സ്ഥലവും ഡാമും ഇപ്പോഴും അവരുടെ തമിഴ്നാട് കൂടല്ലൂർ പഞ്ചായത്തിന്റെ നമ്പറിലാണ് ഇപ്പോഴും കെട്ടണങ്ങൾ കിടക്കുന്നത്. കൂടല്ലൂർ പഞ്ചായത്തിന്റെ ഇതിലാണ് കിടക്കുന്നത് ഇപ്പോഴും കെട്ടണം. തമ്മിൽ അവിടെ പോയി കാണാൻ കൂടൽ പഞ്ചായത്തിന്റെ കയറുപല. ഇപ്പൊ അടുത്ത കാലത്തിലെ ആളെ കയറ്റി വിടാത്തെ. പിന്നൊക്കെ ഞങ്ങൾ ദൈനംദിനം ചുമ്മാ കാണാനും പിടിക്കാനും പിള്ളേരും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കും. ഇപ്പൊ കയറ്റി വിടും. ഇപ്പൊ കൺട്രോളാണല്ലോ. ഇപ്പൊ അതിനാരെയും കയറ്റി വിടത്തില്ല. അങ്ങനെ ഞങ്ങൾ പൊക്കോട്ട് കൊടുക്കുന്ന ഈ സപ്പോർട്ട് ഡാം പണിയാൻ നേരത്ത് അവിടെ ഈ മെറ്റിലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു. 3/4 ഇഞ്ചും 1.5 ഇഞ്ചും ഷോളിങ്. അപ്പൊ ഈ ലോറി പോകുന്ന കൂട്ടത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അന്നൊക്കെ പോയി ആ പണി നടന്നിട്ടുള്ളൂ. പിന്നെ ഈ ഡാമിന്റെ ഘടനയെന്ന് പറയുന്നത് 1-2 മലയുടെ ഉള്ളിലായി ഡാം നിൽക്കുന്നത്. നടുക്കൊരു ഡാം, അതിനപ്പുറത്തോട്ട് കഴിഞ്ഞാൽ ഒരു മല കഴിഞ്ഞിട്ട്
110 മേളിലൊരു ബേബി ഡാം. അതിനിപ്പുറത്ത് വന്നിട്ട് 130 അടി വെള്ളത്തിന്റെ പുറത്തൊരു ഷട്ടർ. അല്ലെ ഡാമിനല്ലോ ഷട്ടർ, പുറത്താണ് ഇങ്ങനെ പൊങ്ങിയാ നിൽക്കുന്നേ. 130 ആ പുറത്ത് വരുന്ന വെള്ളയെ ആ ഷട്ടറിൽ എത്തുള്ളൂ. അങ്ങനെ ഡാമിന് ഘടനയതാ. ഇങ്ങനൊരു മല, ഇങ്ങനൊരു മല, ഇങ്ങനൊരു മല, ഇവിടെ കെട്ട്. ആ കെട്ടയിലാണ് 130. കെട്ടെന്ന് പറഞ്ഞാൽ 1, 2, 3 മലയുടെ ഇടയിലേ കെട്ടിയിരിക്കുന്നത്. അപ്പൊ 130 അടി കെട്ടുന്ന വലിയ ഡാം. 110 അടി വെള്ളം വരുന്നു കഴിഞ്ഞാൽ പിന്നെ ബേബി ഡാമിലേക്ക് വെള്ളം പോകുന്നത്. ആ ബേബി ഡാമിലും പോയിട്ട് 130 അടി 110 ഈ പൊക്കം, 110 കഴിയുമ്പോൾ അങ്ങോട്ട് ബേബി ഡാമിലേക്ക് വെള്ളം പോകുന്നു. പിന്നെ അവിടെ 130 വരുമ്പോഴത്തേക്ക് ഷട്ടറിലേക്ക് വെള്ളം വരുമോ. അതാ പഴയ കാലത്ത് പറഞ്ഞ ഷട്ടർ തന്നെയാ, അതിനകത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ തുംഗഭദ്ര ഒരു ഡാം അതിന്റെ ഷട്ടർ ഇളകിപ്പോയി. അപ്പൊ ആ ഒരു അത് ഈ ഡാം പണിഞ്ഞതിന് ശേഷം പണിഞ്ഞൊരു ഡാമാണ്. അത് 7 വർഷമായിട്ടുള്ളൂ. അപ്പൊ അതിനെക്കാട്ടും വലിപ്പേറിയ ഡാം ഇത് പൊട്ടിയാലത്തെ അവസ്ഥ ഓർത്ത് നോക്കിയേ. അതിപ്പോ പൊട്ടിയപ്പോ അത് പൊട്ടി അതിന്റെ അത് പോയപ്പോ ബാക്കി മൊത്തം തുറന്നുകൊണ്ടൊരു അവസ്ഥ തുറന്നു വിട്ടു. അപ്പോ ഇതിനെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഷട്ടറിനല്ല പൊതുവെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ? ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ ഈ പിന്നെ ഡാമിന്റെ ഈ വെള്ളം വരുന്ന നിരപ്പ് പറഞ്ഞിരിക്കുന്ന ഇവിടുന്ന് 1 കിലോമീറ്റർ മേളിലോട്ടാ. 1 കിലോമീറ്റർ മേളിലോട്ടാ. ഡാം ആവശ്യമായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ മണ്ണടി കൊണ്ടുപോയി. മനസ്സിലായോ? അല്ല ഇതിപ്പം നിങ്ങൾ പറഞ്ഞാല് ഇപ്പൊ തമിഴ്നാടിനോട് പറയാൻ അവർ കെട്ടുമായിരിക്കും, എനിക്കറിയത്തില്ല. നമ്മുടെ സർക്കാർ ഇങ്ങനെ അവർക്ക് സ്വന്തം രീതി കിട്ടണം, സ്വന്തം മേലെ അവർ വെള്ളം കൊണ്ടുപോക്കൂ, കരാർ വെക്കണം എന്നൊക്കെ കണ്ടീഷനാണല്ലോ തമിഴ്നാട് അടുക്കാത്ത. മനസ്സിലായി. അങ്ങനല്ലേ പറയത്തില്ലേ? അങ്ങനെയാണല്ലോ തമിഴ്നാട് പറയുന്നത്. അങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയാം, ഞാൻ 78 മുതൽ ഈ വെള്ളം തുറന്നു വിടുന്ന നമ്മൾ ഓടി പലക്കുടത്തിലും അവിടെയൊക്കെ നിന്നിട്ടുള്ളവരാണ്. അന്നേ ഓടി വന്നാലും വെള്ളം ഇത്രയ്ക്ക് വന്നിട്ടുള്ളൂ. വെള്ളം വന്നെന്ന് പറയാൻ 2018 ഇച്ചിരി വെള്ളം കൂടുതൽ വന്നത്. അന്നെന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു മുഖ്യമന്ത്രി എന്നാ ഒരുത്തൻ ഈ അണ്ണാ DMK അല്ലായിരുന്നു, അല്ല DMK അല്ലായിരുന്നു, അണ്ണാ DMK ആരാ ഭരിച്ചോണ്ടിരുന്നത്, എന്നാ പനിനീർ ശില്പനോ അങ്ങനെ. അപ്പോഴത്തേക്ക് അവര് ഈ ഡാം അന്ന് ഈ വെള്ളം അവിടെ വെള്ളം കൂടുതലാന്ന് നമ്മളോട് 10 മിനിറ്റ് മുമ്പ് അറിഞ്ഞു വെച്ചവര് 1 മീറ്റർ പൊക്കത്തിൽ 7 ഷട്ടർ പൊക്കിയപ്പോഴാണ് നമുക്ക് ഈ ചപ്പാത്തിലും ഇവിടെ ഞങ്ങളുടെ വീടുകളിലൊക്കെ വെള്ളം കയറിയത്. ഇയാൾ വന്നേ പിന്നെ അയാൾക്ക് ഇവിടെ നിരീക്ഷണമുണ്ട് തമിഴ്നാട് ഗവൺമെന്റിന്. അവരുടെ സർവേ ഒക്കെ നടത്തിയാ പോയിരിക്കുന്നത് സ്റ്റാലിന്. പുള്ളിയാണെങ്കിൽ നമ്മളോട് പിന്നെ തലേദിവസം പറയും വെള്ളം കൂടുന്നുണ്ട്, കുറച്ച് തുറന്നു വിടേണ്ടി വരും. നമ്മുടെ കളക്ടർ ബന്ധപ്പെട്ട് അയാൾ ഭരിച്ച പിന്നെ 2 പ്രാവശ്യം മിതമായ വെള്ളം വിട്ടിട്ടുള്ളൂ. മറ്റൊരൊറ്റ പൊക്കം നോക്കി ഇവിടെ ബഹളം വെച്ചപ്പോൾ അവര് അരമണിക്കൂർ അടച്ചു. അന്ന് ആ പൊക്കിയ ഞങ്ങളൊക്കെ ഇറങ്ങി ഓടുമായിരുന്നു. അന്ന് പെരയിലൊക്കെ വെള്ളം കയറി. പോലീസുകാരും കളക്ടറും ഇവിടെ നമ്മളോട് പറയാൻ വന്നപ്പോഴത്തേക്കും വെള്ളം വന്നു തോന്നിവാസം. അങ്ങനെയാണ്. പിന്നെ ഡാമിന് നമുക്ക് ഭീതിയുണ്ട്. ഡാമിന് നമ്മൾ കണ്ടാലും നമ്മളെ ഇതിലെത്തിട്ട് തന്നെ കാര്യം. ഈ വെള്ളം വരുമ്പോഴോ മഴ വരുമ്പോഴോ അപ്പുറത്തൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് അവര് ഉടനെ നാട്ടുകാർ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കും നമുക്ക് ഭീതിയുണ്ട്. ഞങ്ങൾ പോയാൽ പോട്ടെ, നമ്മുടെ പിള്ളേരില്ലേ, നമ്മളായാലും 10-20 വയസ്സ് മണ്ണടി കൂടെ പോയാൽ പോട്ടെന്നൊരു കണക്കുള്ളുകാരനാണ്. നമ്മളിത് ഇട്ടെറിഞ്ഞ് എവിടെ പോകാനാ? നമുക്ക് നിങ്ങൾ പറഞ്ഞാൽ ഒരു കൂരയും വെച്ച് ഇങ്ങനെ ആറ്റുകണ്ടിയിൽ ഇങ്ങനെയൊക്കെ താമസിക്കുന്നതല്ലേ. നമുക്കങ്ങ് അതൊന്നേരം ഇല്ല. അന്നേരം വെള്ളം വരുന്നുണ്ട്, മാറിക്കോ എന്ന് പറയുന്ന ഏർപ്പാടല്ലേ ഉള്ളൂ. ഞാനിവിടുന്ന് 2 കുളം അപ്പുറത്ത് ഈ റോഡിന് അടിവശത്താണ്. ഈ 110 ഡാം ബേബി ഡാം പൊട്ടുവാണെങ്കിൽ മേളിലൊരു പഞ്ചായത്തോട് ഒരു വെള്ളം വരുമെന്നാണ് ഇപ്പോൾ ഓരോരുത്തർ പറയുന്നത്. ഒരു നിഗമനം. ഡാം പൊട്ടുവാണെങ്കിൽ മൊത്തത്തിൽ പോകും. മൊത്തത്തിൽ ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി മണ്ടേ കയറി ഒന്ന് കാണാം. അപ്പൊ നമ്മൾ ഉടുതുണി പോലും കാണിയല്ലോ. നമ്മൾ ആറ്റിൽ നിൽക്കുമ്പോഴോ റോഡിൽ നിൽക്കുമ്പോഴോ വന്നെങ്കിൽ ഇല്ലായിരിക്കുന്നു. അപ്പൊ ഇതിനെ പ്രത്യേകിച്ച് ഈ ശാസ്ത്രീയമായ പഠിച്ചവർ പറയുന്നത് വള്ളക്കട ഡാം പൊട്ടിയാൽ 40 മിനിറ്റിനകം വള്ളക്കടയിൽ വെള്ളം എത്തുമെന്നാണ്. 40 മിനിറ്റ് ആവും. അത്ര എടുക്കുമെന്ന് പറഞ്ഞു. അവിടുന്ന് വരുമ്പോ ആ ഡാമിന്റെ ആ ഭൂമിയുടെ ഘടന അനുസരിച്ച് 1, 2, 3, 4 ചാല് വെള്ളം കയറും. ആ 4 ചാലും ഡാമായിട്ട് വെള്ളം കിടക്കും. അപ്പൊ വരുന്നവരെ ഇടിച്ചു കയറുമ്പോ ഈ ആറ്റിക്കൂറിനെ വെള്ളം വരണമെന്നില്ലല്ലോ. ഇടിയുമ്പോ എതിരെയല്ലേ വെള്ളം വരുള്ളൂ. അല്ലാതെ ഞാൻ വെള്ളം ഒഴിയാ ചാറുണ്ടെന്ന് പറഞ്ഞ അതിൽ വെള്ളം വരത്തില്ല. അപ്പൊ അയാളെ ഞങ്ങളൊരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഡെസ്കിന് കൊടുത്തിട്ട് കമത്തി ഇങ്ങനെ ഒരു മറിച്ചില്. അപ്പൊ വെള്ളം ഒഴുകുന്ന ഞങ്ങളെ കണ്ട് പഠിപ്പിച്ചിട്ട് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഒരു ഗവൺമെന്റ് ഒന്നുമല്ല, വേറെ ഒരു പ്രത്യേക ഇതുപോലെ സന്നദ്ധ സംഘടനകൾ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം കയറുമ്പോൾ അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്
ഞങ്ങളുടെ വീടിന്റെ വാതിക്കലും കയറി ഓടാൻ വേണ്ടി അന്നേരം സർവ്വ നടത്തിയിട്ട് ആരോ വെച്ചിട്ടുണ്ട്, ഇതിലെ പൊക്കോണം. ഇപ്പൊ ഇവിടെ വെള്ളം ഇടിഞ്ഞാൽ ഇതുവഴി കയറി മേളിലോട്ട് പൊക്കോണം. അങ്ങനെ ആരോ ഉണ്ടോ? കാണാൻ പറ്റുമോ? ആരും ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ മാഞ്ഞു പെയിന്റ്, മഞ്ഞ പെയിന്റ് കൊണ്ട് അടിച്ചു വെച്ചാൽ ഇങ്ങനെ കയറി ഓടിക്കണം. വെള്ളം വന്നെന്ന് പറയാൻ അങ്ങോട്ട് ഓടാനോ ഇങ്ങോട്ട് ഓടാനോ പാടില്ല. ഇതൊക്കെ ഇവർ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങോട്ട് ഓടിക്കണം? മേലോട്ട് ഓടി രക്ഷപ്പെടും, ജീവൻ രക്ഷിക്കണം. നമ്മൾ ഈ വ്യത്യാസം ഉണ്ടാകാൻ രാത്രി 1 മണിക്കല്ലോ മണിക്കല്ലേ നമ്മൾ ഉറങ്ങില്ല. നമ്മൾ ഉറങ്ങുന്ന കല്ലും കയറി വെള്ളവും കയറി അങ്ങ് പോകും. ഈ നമ്മുടെ പിന്നെ ഇവിടെ ഉണ്ടക്കായി പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ആരെങ്കിലും കൂടുതലായിട്ട് ഒച്ച വെച്ചിട്ടുണ്ട് അവനെ അവർ വാച്ച് ചെയ്തെടുക്കും. അവന്റെ ഐഡിയ ഉണ്ട് ഇവിടെ. തമിഴ്നാട് ഗവൺമെന്റ് ആണുണ്ട് ഇവിടെ ഉണ്ട്. ഒച്ച വെക്കുന്നതിനെ കാണും, അവനെ പതുക്കെ രഹസ്യമായിട്ട് കാണും, അവന്റെ വായി മണ്ണിടും, കപ്പിച്ചു കൊടുക്കും. പിന്നെ മിണ്ടത്തില്ലല്ലോ. അങ്ങനെ ഉണ്ട് ഇവിടെ. എല്ലാവരും കാശുണ്ടാക്കുന്നവരുണ്ടല്ലോ ഇവിടെ. രാഷ്ട്രീയ പാർട്ടികൾ എവനെയാലൊക്കെ പിടിക്കുമല്ലോ ഉമ്മാര്. അങ്ങനെയൊക്കെ പരിപാടി പണ്ടുമാലും ഉണ്ട്. അപ്പൊ ശരിക്കും വള്ളക്കടത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാര് ഇവരെ കൊണ്ട് ജീവിക്കും, ഡാമിനെ കൊണ്ട് ജീവിക്കുന്ന ഇപ്പോഴും ഉണ്ട്. അല്ല, വള്ളക്കടക്കാരല്ലേ ഇവിടുന്ന് ഇടുക്കിയിൽ ദിവസം താഴെ എറണാകുളം വരെ ഇല്ലേ, അവിടം വരെ ആൾക്കാരുണ്ടല്ലോ. ഒരു കാലത്ത് ഞങ്ങൾ മാത്രമേ അവിടെ സമരം ചെയ്തു, വള്ളക്കടക്കാർ മാത്രം. അന്നെല്ലാവരും കൈകൊണ്ട് ചിരിക്കുമായിരുന്നു. കുമളിക്കാർ പറഞ്ഞു ഞങ്ങളുടെ വെള്ളം വരികയില്ല, ഇടുക്കിക്കാര് താഴോട്ട് പറഞ്ഞു ഞങ്ങളുടെ അങ്ങോട്ട് വെള്ളം വരികയില്ല. ഇപ്പൊ ഈ 18 വെള്ളം വന്നപ്പോഴല്ലേ വേണ്ടിയൊക്കെ കുണ്ടിക്ക് ചൂട് കയറിയത്. അതുവരെ ആരും മിണ്ടത്തില്ലല്ലോ. ഇപ്പൊ കട്ടപ്പനക്കാരും ഇടുക്കിക്കാരനും ചെറുതോണിക്കാരനും ഒക്കെ ബഹളം വെക്കുന്നുണ്ട്. അന്ന് നിങ്ങളെ ഇത് സമരം നടത്തിയിട്ട് ഞങ്ങളല്ലാതെ ആരും കൂടിയിട്ടില്ല. നമ്മളെ പരിഹസിക്കുകയായിരുന്നു അന്നൊക്കെ. ഞങ്ങൾ 78-ലൊക്കെ ഇവിടെ ഈ കാണ്ടിളക്കി ഇവിടെ പ്രകടനവും സമരവും വെച്ചിട്ടുള്ള ആൾക്കാരാണ്, മനസ്സിലായോ? അത് കഴിഞ്ഞ് ഒത്തിരി പേര് പെരിയാറ്റി രാഷ്ട്രീയ പാർട്ടികൾ സത്യാഗ്രഹം വന്നിട്ടുള്ളതാണ്. CA കുര്യൻ MLA ആയിരുന്നപ്പോൾ മുതൽ അതിന് മുമ്പുള്ള ആൾക്കാരും എല്ലാം സമരമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇന്നൊരു പ്രയോജനം ഇന്നുവരെ കണ്ടില്ല. എല്ലാം കോടതി പറയട്ടെ എന്നല്ലേ പറയുന്നുള്ളൂ. അത്രയല്ലേ പറയുന്നുള്ളൂ. അവിടെയും മിണ്ടുന്നില്ല. അങ്ങനെ നിൽക്കുന്നേ. പിന്നെ നമ്മുടെ ഒരു ഭീതി എപ്പം വന്നാലും മണ്ണിനടി പൊക്കോളും. പിന്നെ നമുക്ക് പ്രയാസം നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. ശരിയല്ലേ? പിന്നെ ഞാൻ പറയാം 1978 മുതൽ നമ്മൾ ഇതിന്റെ പുറകെ ഇങ്ങനെ ഒച്ചയും വേളമൊക്കെ, അന്നത്തെ നമുക്ക് ചെറുപ്പം നമ്മൾ ഒച്ചയും വേളവും വെച്ച് വണ്ടി തടയാനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വണങ്ങാതിരിക്കും. ഇപ്പൊ ആരും ഇറങ്ങത്തില്ല. ഇപ്പൊ മാധ്യമങ്ങൾ വഴിയും ഈ കോടതി വകയൊക്കെ പറയുന്നല്ലേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ ഒരു 3 വർഷത്തിന് പറഞ്ഞു ഇവിടുത്തെ കുഞ്ഞു പിള്ളേരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളൊരു ആഴ്ചയിൽ 50 പിള്ളേരെ വീതം കൊണ്ടാകുന്ന ഡാമും ആ പരിസരവും ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. ആ പിള്ളേരുടെ ശങ്ക മാറാൻ അതൊന്നും ഇവർ ചെയ്യത്തില്ല. അങ്ങോട്ട് കടത്തി വിടത്തില്ല, ഒരു മനുഷ്യനെ അങ്ങോട്ട് കടത്തി വിടത്തില്ല. അപ്പോൾ ആ പിള്ളേരുടെ ആ മനസ്സിൻ്റെ ശങ്ക ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ അന്നു മുതലേ ഈ ഡാം കണ്ട് ശീലിച്ചവരാ. 152 വെള്ളം കിടപ്പഴേ കണ്ടിട്ടുള്ളവരാ, നമ്മൾ പോയിട്ടുള്ളവരാ. ഈ പണി നടന്നപ്പോഴും പോയിട്ടുള്ളതാ. ഇതിപ്പോ ഒരു 3-4 കോൺട്രാക്ടർമാർ ഘട്ടമായിട്ട് ഒത്തിരി പേര് പണിതതാ. അതൊക്കെ പിന്നെ അഴിമതി കാണിയല്ലേ, പൈസ ഇവിടെ കൊടുക്കണ്ടേ എല്ലാവർക്കും. ഒരു ഉദ്യോഗസ്ഥന്മാർ പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ. തമിഴ്നാടിനാണെങ്കിലും കൊടുക്കണം, അവരും ആത്മാരും മുടക്കുന്നുണ്ടായിരിക്കാം. ഇതിനൊക്കെ പൈസ കൊടുക്കണമല്ലോ. ഇവിടെ ആദ്യം ഡാമിന്റെ മെയിൻസ് 78, 80, 81 ഒരു ഇഎംബർക്ക് എന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനി അവിടെ പണിത്. അത് കഴിഞ്ഞിട്ട് ബാക്കി പണിത് പൈലപ്പള്ളിയാണ് കൺസ്ട്രക്ഷൻ, പൈലപ്പള്ളി കൺസ്ട്രക്ഷൻ. അത് കഴിഞ്ഞ് ഈ റോഡുകാരൻ ഒരു തമിഴ്ക്കാരനാ ഫൈനല് പണിത് സപ്പോർട്ട് ഡാമൊക്കെ പണിതിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളവർക്കോ തമിഴ്നാട്ടിലുള്ളവർക്കോ ചെറിയ കരാറുകൾ കൊടുക്കും. കരാറുകൾ അവരോരോ മെയിൻ്റനൻസും ഇവർ പറയുന്ന പൈസയും മേടിക്കും. അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പണിയുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തകർക്കും മുന്നിക്കൊക്കെ പൈസ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടില്ല. കാണാതെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പറയാൻ പറ്റുമോ? ഇതിനകത്തൊക്കെ ഒരു പണി വരുവാണെങ്കിൽ അവർക്ക് അതിനകത്ത് ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ പറഞ്ഞാലും പെരിയാലെ പഴയ പാലവും ഇപ്പോഴത്തെ പുതിയ പാലവും നോക്കുക. ചുരുക്കിപ്പാലം അവിടെ ഇരിപ്പുണ്ട്. പുതിയ പാലം കോടിക്കണക്കിന് രൂപ മുടക്കി പണിതത് ഇപ്പോഴും കുലുങ്ങുന്നു. ഭാരവണ്ടി വിടുന്നില്ല. ഭാരവണ്ടി വിടുന്നത് ഇപ്പം പഴയ ചുരുക്കിപ്പാലത്തെ കൂടെ. മനസ്സിലായോ? പുതിയ പാലത്തെ കൂടെ വണ്ടി വിടുന്നില്ല. വണ്ടി കൂടി ബസ്സും ജീപ്പും കാറും ഒക്കെ പോകുന്നുണ്ട്. അല്ല, അത്ര സ്ട്രോങ് ഇല്ലാതെയാണ്. അപ്പം ഞങ്ങളുടെ കണക്കൂട്ടിൽ ഈ ഡാം പുതിയ പണിതാലും ഈ ഗവൺമെന്റ് പണിതാലും ഏത് ഗവൺമെന്റ് പണിതാലും ഇത്രയും വിലക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അതാ. പിന്നെ ഇപ്പൊ അവരൊരു സപ്പോർട്ട് താങ്ങ് ഇങ്ങനെ ഇത് ഡാമാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കിട്ടി ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കെട്ടിച്ച് ചിലപ്പോൾ ഇത് പണ്ട് ഇവിടെ ചോർച്ച ഉണ്ടായിരുന്നു. ചോർച്ച ഉണ്ടപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി വിട്ട് 2-3 പേർക്ക് നടക്കാത്ത ഒരു ഗാലറി ഇങ്ങനെ പണിതതിൻ്റെ ഇടയ്ക്ക് ഒരു ഗാലറി വെച്ചു. അവിടെ പോയി വെള്ളം പരിശോധിക്കുന്നു.
അത് എത്രയായാലും ഈ വെള്ളം എവിടെയൊക്കെ ലീക്ക് ചെയ്യുമല്ലോ. നമ്മുടെ വീട് വാർത്താ 1 വർഷം കഴിയുമ്പോൾ ലീക്ക് ചെയ്യല്ലേ. അപ്പോൾ ഈ സുർക്കിയുടെ കൂടെ ലീക്ക് ചെയ്യുന്നത് 100 വർഷം കഴിഞ്ഞാൽ ലീക്ക് ചെയ്ത്, അല്ലെങ്കിൽ 100 വർഷം അല്ലെങ്കിൽ 90 വർഷം കോൺക്രീറ്റ് ചെയ്താൽ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. മനസ്സിലായി. പിന്നെ അവരതിനകത്ത് മുഴുവനും ഗ്രൗട്ടൊക്കെ കയറ്റി പറ്റി എല്ലാം സുർക്കി ഇങ്ങനെ കല്ല് നിങ്ങളൊന്നും കണ്ടു കാണും, ഞങ്ങളൊക്കെ കണ്ടിട്ട് കല്ലേ സുർക്കി മുക്കി വെച്ചിരിക്കുക. കല്ലേ സുർക്കി മുക്കി വെച്ചേക്കുക. പറഞ്ഞാൽ സിമെന്റിന് പകരം കോൺക്രീറ്റ് അല്ലല്ലോ, സുർക്കി ഇട്ട് കല്ല് കെട്ടി വെച്ചിരിക്കല്ലേ, കല്ല് കൊത്തി കെട്ടി വെച്ചിരിക്കല്ലേ, അടിക്കടിക്ക് കല്ലേ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ആ കല്ല് ലോക്ക് ചെയ്താൽ അതും ന്യായമായ വീതിയിലല്ലേ, അല്ലാതെ പിന്നെ നിങ്ങൾ പറഞ്ഞ ചുമ്മാ 2 കയ്യാല് പോലെ അല്ല വെച്ചിരിക്കുന്നത്, സ്ട്രോങ് ആയിട്ടല്ലേ വെച്ചിരിക്കുന്നത്. കുക്കണ്ണൻ നല്ല രീതിയിൽ പണിഞ്ഞല്ലേ. പിന്നെ അയാള് അത് കഴിഞ്ഞ ഡാം പുള്ളി പകുതി പൊട്ടിപ്പോയായിരുന്നല്ലോ, ഇടിഞ്ഞു പോയായിരുന്നല്ലോ. പുള്ളി എഞ്ചിനീയറായിരുന്നു. പുള്ളി തമിഴ്നാട് നാട്ടിൽ പോയി സ്വത്തെല്ലാം വിറ്റല്ലേ, ബാക്കി പൂർത്തീകരിച്ച് അവിടെ തന്നെ ചാവുമല്ലായിരുന്നു. ഇവിടെ ഡാമിൽ ചവൂടുണ്ട്, അവിടെ ചവൂടിയിലുണ്ട്. ഈ കഴിഞ്ഞ വർഷം അയാളുടെ മകന്റെ കൊച്ചുമകള് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണാനായിട്ട് വന്നായിരുന്നു. ഇപ്പോഴും ചവക്കോട്ടയിലുണ്ടല്ലോ. ചുക്കനല്ല അയാളുടെ പ്രതിമയും അയാൾ പണിത ഒരു പഴയ സ്തംഭം കൊച്ചുമകള് വന്നിട്ടുണ്ടായിരുന്നു. അവരെ കയറ്റി വിടും അല്ലേ? അവരൊക്കെ വെളിരായിക്ക് അവരൊക്കെ ഇതല്ലേ VIP ലിസ്റ്റ് വരുന്നതല്ലേ, നമ്മളെ കയറ്റത്തില്ല. നമ്മുടെ ആരും കയറ്റിയല്ലേ. ഇവിടുത്തെ MP കഴിഞ്ഞ വർഷം പോകാൻ പോയിട്ട് കയറ്റിയില്ലല്ലോ. നമ്മള് VIP അല്ല. MP കഴിഞ്ഞ വർഷം ഇത് കാണാൻ പോകാൻ വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ഇവിടെ ഓർഡർ അനുസരിച്ച് കളക്ടറും SP കൂടെ തടഞ്ഞല്ലോ, കയറ്റി വിട്ടില്ലല്ലോ. ഇവിടുത്തെയോ? കയറ്റി വിട്ടിട്ടില്ലല്ലോ. പിന്നെ അതിൽ കുറഞ്ഞാലേ നമ്മള് അവര് കയറ്റി വിട്ടില്ല, അയാൾ വോട്ട് തിരിച്ചു. അവരെ വിട്ടില്ലല്ലോ, അവരെ വിട്ടില്ലല്ലോ. അവര് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വോട്ട് നോക്കി കണ്ട് കുത്തുക. അല്ല അതാരും എന്നാലും പിന്നെ കയറ്റി വിടത്തില്ല. അത് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പങ്കുണ്ടല്ലേ ഇതിനകത്ത് ഫോറസ്റ്റുകാർക്കും. ഫോറസ്റ്റുകാരോട് പറഞ്ഞു അവരുടെ കയ്യിൽ അവരുടെ ആധിപത്യത്തിലല്ല വഴിയൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ ഒരു പിന്നെ അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട് കേസ് പറഞ്ഞ് ഇപ്പം ഈ കഴിഞ്ഞ വർഷമാണ് 10 വർഷം കേസ് പിന്നെ ഭൂമിക്കടിയിൽ കൂടെ കറണ്ട് കൊടുത്തിരിക്കുന്നത്. ഭൂമി കുഴിച്ച് ഓസ് പൈപ്പിട്ട് കൊണ്ട് കറണ്ട് ഉണ്ട് ഇപ്പം കൊടുത്തിരിക്കുക. മറ്റേ കറണ്ട് ഇല്ല, മെഴുകും കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് വർഷക്കണക്കായിട്ട്. മനസ്സിലായി. അല്ലിപ്പോൾ ഈ അടുത്ത് അവനിപ്പോൾ ഒരു റോഡ് നന്നായിക്കൂടി ഞങ്ങൾക്ക് സാധനം കൊണ്ടുപോകാൻ ഇതിലായിട്ടും സർക്കാർ പിന്നെ ഫോറസ്റ്റ് സർക്കാർ ഓർഡർ കൊടുത്തിട്ടില്ല. ഇവിടുന്ന് വള്ളക്കടയിൽ നിന്ന് അങ്ങോട്ട് ഡാമിലേക്ക് സാധനം അങ്ങോട്ടേ പോകുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു സാധനം ചിലപ്പം കുറച്ച് കടത്തി കയറിയ വണ്ടിക്ക് കൊണ്ടു, ഇല്ല അവിടെ നിന്ന് വോട്ടെ കൊണ്ടുവന്ന് വെച്ചാൽ പണിയെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ആരും പോകുന്നില്ലോ, പണിയാൻ വേണ്ടി ഫോറസ്റ്റുകാർ സമ്മതിക്കില്ല. ഈ ബേബിഡാം ശക്തിപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഈ ജനങ്ങളെല്ലാം ചത്തു പൊക്കോട്ടെന്നാണ് ഫോറസ്റ്റുകാരും പറയുന്നത്. അങ്ങനെ ആയിരിക്കും. ഫോറസ്റ്റുകാർ അവർക്ക് മേളിൽ 100 രൂപ വലിയ ഇത് കേന്ദ്ര ഗവൺമെന്റ് പരിസ്ഥിതി ലോല പ്രദേശമല്ലേ, അതല്ലേ അവർ പറയുന്നത്. അപ്പൊ അല്ല ചത്തു കഴിഞ്ഞാൽ പരിസ്ഥിതി ലോകം പറഞ്ഞിരിക്കുവോ? ചത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാശുള്ളവരൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുക്കുക. ശരിയാ, സർക്കാരിന് ഫണ്ടാവുമല്ലോ. അല്ല അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതിനകത്തില് എല്ലാ തരത്തിലുള്ള നിഗൂഢമായ നീക്കങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു. പ്രത്യേകം നിഗൂഢമായ നീക്കം തന്നെയാണ്. നിഗൂഢമായ നീക്കം. ഫോറസ്റ്റ് ഒരു സൈഡിൽ നിന്ന് ഫോറസ്റ്റുകാർ കളിക്കുന്നു. കാരണം ആ ഡാം അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് വരുമ്പോൾ അവരവിടെ പണിയിക്കത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്ത് ആരാണ് ഇന്നത്തെ പ്രതി, ഇതിനകത്ത് കളിക്കുന്ന ആരാന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ജനങ്ങൾ ചത്തോട്ടെന്നുള്ള ഇതാണോ ഈ ഫോറസ്റ്റുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. അതെ, നിങ്ങൾ എന്നിട്ടും പിടിച്ചുകൊണ്ടിരിക്കുമോ ഈ നിയമം ആർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നിയമം ഉണ്ടാക്കുന്നത്? ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം എന്നാണ് എൻ്റെ ചോദ്യം. കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ്. അങ്ങനെ തൂണിട്ടായിരുന്നു വാട്ടർ ലെവലെന്നും പറഞ്ഞു. അത് ഇവരെ വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി 1971 അല്ല 71 80 ആയി കാണും. അപ്പൊ ഈ ചപ്പാത്തിൽ ഒരു തൂണിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു സ്കെയിലും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പാർട്ടി ഉണ്ടായിരുന്നു, അവർ പയ്യനുണ്ടായിരുന്നു. അവർക്ക് മാസം കൊണ്ട് കുറച്ച് പൈസ ശമ്പളം കൊടുക്കുമായിരുന്നു. അപ്പോൾ അവനോട് ഈ സ്കെയിലെ വെള്ളം ഇങ്ങനെ ഒഴി വരുമ്പോൾ എന്തര പൊങ്ങി എന്ന് വിളിച്ച് ഡെയിലി പറയണമായിരുന്നു. അത് വാട്ടർ അതോറിറ്റിയില്ലേ. ഒരു 3 പോസ്റ്റ്, ഒന്ന് പറഞ്ഞാൽ ആറ്റിലെവിടെ, ഒന്ന് റോഡ് സൈഡിലോ, ഒന്ന് കട്ടിങ്ങാല്. അതെല്ലാം പിന്നെ തുരുമ്പിച്ച് അവിടെ ഇപ്പൊ അകം തീർന്നു. ഇങ്ങനെ ഈ മഞ്ഞ മെഷീൻ കാണാൻ പറ്റുമോ? ഒന്നും ഇല്ലത്. ഏകദേശം രൂപ എവിടെ ആയിരുന്നു ഇരുന്നല്ലോ. അതുണ്ട്, അത് ഇവിടൊക്കെ ഉണ്ടായിരുന്നു, നെടുനീളം ഉണ്ടായിരുന്നു. ഓരോ ഒന്നും ഇല്ല. അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 അടി നീളത്തില് പോസ്റ്റ്. ഈ മലമണ്ടയ്ക്ക് എന്തോ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ കാല സാഹിബ്മാര്. വാട്ടർ ലെവൽ മണ്ടയിലുണ്ട്. എവിടാണ്? അതായത് ആ മല കാണുന്ന എവിടെ
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുക്കണം നല്ല പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തത് അല്ലേ? ആ ഒരു മല കാണുന്നുണ്ട്, അവിടെ ഒരു വാട്ടർ ലെവൽ അവർ ഇട്ട് അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്. അവിടെ ബംഗ്ലാവ് ഉണ്ടോ? അവിടെ കയറി പോകാൻ ചെല്ലോ? അവര് വണ്ടി ബൈക്കേ കയറി പോവാ, എസ്റ്റേറ്റിൽ ബൈക്കിൽ കയറി പോകാം അല്ലേ? അതാ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. വാട്ടർ ലെവൽ അല്ലേ? എന്നാൽ അവര് വാട്ടർ ലെവലിൽ ആര് ഒന്ന് ബ്രിട്ടീഷുകാർ വെച്ചല്ലേ. ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവിന്റെ അടുത്തൊന്നും വെള്ളം കയറത്തില്ല. ഇല്ല, അവരൊന്ന് വെച്ചല്ലേ. പിന്നെ ഈ 59 ഈ പെരിയാർ ടൗണിന്റെ മേളിലൊരു ബംഗ്ലാവ് ഉണ്ട്, സ്കൂളിന്റെ മേളിൽ, UP സ്കൂളിന്റെ. അത് ഒരാ കറക്റ്റ് ചെയ്ത് വെച്ചതാ. അവരന്ന് കണക്കൂട്ടി വാട്ടർ ലെവൽ ചെയ്താ വെച്ചിരിക്കുന്നത്. അവർ ഫിസിക്സ് നന്നായിട്ട് പഠിച്ചിട്ടാണ് ചെയ്തത്. അവരതൊക്കെ അങ്ങനെ അവരുടെ ബംഗ്ലാവല്ല അങ്ങനെ ഈ സ്ഥലത്തൊക്കെ അങ്ങനെ മേളിൽ വെക്കുന്നത്. അപ്പോൾ അരന്ന് ഇവിടെ ഉള്ളവർ പറയും, എടാ ഡാം കൂട്ടി അവിടം വരെ വെള്ളം വരികയില്ല, വരത്തില്ല, അങ്ങനെ കണക്കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇല്ലായിരുന്നു, വെള്ളക്കാരൻ്റെ അല്ല, വെള്ളക്കാരൻ്റെ. ഇന്നല്ലേ വ്യക്തികളുടെ ഈ വന്നു. എവിടെ ചേട്ടൻ വീട് എവിടെ? ഞാൻ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം, കുറച്ചപ്പുറത്ത് അല്ലേ? ഓക്കെ. ആലോചനയെ പറ്റി പറയാറുണ്ട് ഇവിടെ ഉണ്ടല്ലോ. നാട്ടിൻപുറം നേരം പെൺപിള്ളേരെ കെട്ടിച്ചാൽ വള്ളക്കടവ് ഡാം, മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിലാണെങ്കിൽ ഞങ്ങളെ പെണ്ണിനെ കൊടുക്കുകയായിരുന്നു പറയും. അങ്ങനെ പറഞ്ഞ് ഒത്തിരി കല്യാണം ഇവിടെ മാറിപ്പോയിട്ടുണ്ട്. കുറച്ച് കല്യാണം, ബാക്കി പറഞ്ഞ കല്യാണം മാറിപ്പോയിട്ടുണ്ട്. ഇത് താഴെ നാട്ടിൽ പറത്തുന്നുള്ളവര്. അപ്പം ഇവിടെ ഉള്ളവർ ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടുപോവാ. അതൊന്നും ഒരു വില ഇടയ്ക്ക് നിന്ന് പോയായിരുന്നു. അങ്ങനെ ഒത്തിരി ഇങ്ങോട്ട് കെട്ടിച്ചു വിടത്തില്ല. ഇപ്പൊ ഈ സ്ഥലത്തിനൊക്കെ വില തീർത്ത് കുറവാ. പണ്ട് നല്ല വിലയുള്ളതാ. ഇപ്പൊ ഈ ഡാമിന്റെ പേര് പറയുന്നുണ്ട്, ആരും ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ താമസിക്കാൻ വേണ്ടി 2 സെന്റ് 3 സെന്റ് എവിടെയെങ്കിലും മേടിച്ചിട്ട് വരെ വെച്ച് താമസിക്കുന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതൊക്കെ ഉണ്ട്. ഭയങ്കര